ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 1:28. ആർക്കെങ്കിലും വായിക്കാം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് എന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഗബ്രിയേൽ ദൂതന് മറിയയുടെ ഭവനത്തിൽ അകത്ത് ചെന്ന് അവളെ അറിയിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തതായ ദൂതുമായിട്ട് ഗബ്രിയേൽ ഇപ്പോഴേ മറിയയുടെ ഭവനത്തില് ചെന്നിരിക്കുകയാണ്. അങ്ങനെ അവളെ അറിയിക്കേണ്ടതായ ആ ദൂത് ഗബ്രിയേലെ അകത്ത് ചെന്ന് പറയുന്നതാണ് വാസ്തവത്തില് നമ്മൾ വായിച്ചു കേട്ടത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഈ ഭാഗത്തുനിന്ന് പ്രസംഗം കേട്ടില്ലാത്ത ആരും തന്നെ ഇവിടെ കാണുകയില്ല. പല പ്രാവശ്യം പല രീതിയിലുള്ളതായ പ്രസംഗങ്ങളെ ഈ വാക്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഉള്ളതായ ഒരു ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ഒരു പ്രസംഗമല്ല ഞാൻ താല്പര്യപ്പെടുന്നാൽ അതിൽ നിന്ന് കർത്താവ് എന്നെ കഴിഞ്ഞ ദിവസം ചിന്തിപ്പിച്ചതായ ചില തോട്ട്സുകൾ പറയുവാനായിട്ടാണ് ഇന്ന് പോലക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൂതനെ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നീയും കേൾക്കേണ്ടതായ ദൂത് നമ്മൾ എവിടെ ഇരുന്നാലും അവിടെ കടന്നു വന്ന് നമ്മളോട് അറിയിക്കുന്നതായ ഒരു കർത്താവിനെയാണ്. അത് വിശ്വാസത്ര പേരുണ്ട്. ഹല്ലേലൂയ. ഞാനും നീയും സമയം എന്താണ് കേൾക്കേണ്ടതായ ദൂതുകളുണ്ട്. എന്നാൽ ആ ദൂത് കർത്താവ് ഡെലിവർ ചെയ്യും. ആ ദൂത് കർത്താവ് നമ്മളെ അറിയിക്കും. നമ്മളെ എവിടെ ആയിരുന്നു കഴിഞ്ഞാലും അവിടെ കടന്നു വന്ന് ആ ദൂത് നമ്മളെ അറിയിക്കുവാനായിട്ട് ശക്തനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇവിടെ ദൂതനെ അകത്ത് ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മള് യഹൂദന്മാരുടെ പാരമ്പര്യം പഠിക്കുമ്പോൾ ഒരു സ്ത്രീ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ അവൾ പുറത്ത് അധികം പോകാറില്ല. ഒരു വെയിൽ അവൾ ധരിക്കും. അപ്പോൾ അവിടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആകാൻ പോകുന്നതായ ആളിന് വേണ്ടി അവൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പുരുഷനെ നോക്കിയോ അല്ലെങ്കിൽ പുറത്ത് പോകാറില്ല. അപ്പോൾ അകത്ത് തന്നെയായിരിക്കും സാധാരണ യഹൂദ പെൺകുട്ടികളെ ഒരു വിവാഹം നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കുന്നതായ അവസ്ഥ എന്തുവാണ് ദൈവത്തിന് അറിയാം. അപ്പോൾ വിവാഹം നിശ്ചയം ചെയ്തു കഴിഞ്ഞു, എന്നാൽ ഈ മെസ്സേജ് അറിയിക്കുവാൻ വേണ്ടി ഗബ്രിയേൽ ദൂതനെ അയച്ചിരിക്കുകയാണ്. അകത്ത് ചെന്നാണ് ദൂത് അറിയിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പത്രമൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ തിണ്ണയ്ക്കൊക്കെ കൊണ്ടുവിടും. ഞങ്ങളെ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ മനോരമ പത്രം വരുത്താറുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്നതിന് ശേഷം, സൈക്കിൾ വന്നതിന് ശേഷം അത് എടുത്ത് ആ തിണ്ണയ്ക്കോട്ട് എറിഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതുപോലെയല്ല ഇവിടെ ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവൾ അറിയിക്കേണ്ടതായ ദൂത് അറിയിക്കുന്നത് അകത്ത് ചെന്ന്, അവൾ എവിടെയായിരിക്കുന്നോ ആ അകത്തേക്ക് ചെന്ന് എന്തുവാണ് അവളോട് ദൂത് പറയുന്നതായ കർത്താവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയായിരുന്നു കഴിഞ്ഞാലും കർത്താവ് നമ്മളെ അറിയിക്കേണ്ടതായ ദൂത് സമയം അറിയിക്കുന്നതിനായി നമ്മുടെ കരങ്ങളിൽ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ മറിയയ്ക്ക് ഒരു പേരുണ്ട്. അവിടെ പേര് മറിയെന്നാണ് അവിടെ അപ്പനമ്മമാർ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഗ്രാമത്തിലുള്ളവർ വിളിക്കുന്നത്. അവിടെ ആളുകളൊക്കെ അവളെ വിളിക്കുന്നതായ പേര് മറിയെന്നാണ്. എന്നാൽ ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് ഒരു പേര് ഇവിടെ വിളിക്കുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ മറിയെന്ന് വിളിച്ചല്ല അവിടെ സംസാരിക്കുന്നത്. കൃപ ലഭിച്ചവളെ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോഴേ ഹല്ലേലൂയ, കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് പറയാണ്, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന്. നമുക്കറിയാം ആ പേരിനകത്ത് തന്നെ ഉണ്ട് കൃപ ലഭിച്ചവളെ. കർത്താവിലാൽ എന്തുവാണ് കൃപ കർത്താവ് അവൾക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുകയാണ് ആ സമയം. അപ്പോൾ കൃപ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് പോവുകയാണ്. കൃപയാല് അവൾ പൊതിയപ്പെടുവാനായിട്ട് പോവുകയാണ്. അവളിൽ മേലെന്തുവാണ് ഒരു പ്രത്യേക കൃപ കർത്താവ് കൊടുക്കുവാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പേ അവളെ വിളിക്കുകയാണ് കൃപ ലഭിച്ചവള് എന്ന്. ഹല്ലേലൂയ. എത്രയോ പേരുടെ പേര് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിനും അല്ലെങ്കിൽ കർത്താവിന് അവരോടുള്ളതായ ആ സ്നേഹത്തിൽ നിന്ന് പേരുകൾ ഒത്തിരി വിളിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാനിയേൽ ബാബേലിലേക്ക് പോകുന്നതിന് മുമ്പുള്ളതായ പേര് ദാനിയേലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ബാബേലിൽ ചെന്നതിന് ശേഷം എന്തുവാണ്
ദാനിയേലിന് അവരൊരു പേര് കൊടുത്തതുമാണ് ബെൽസസർ എന്ന്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പെടുന്നതാണ് തൻ്റെ ജീവിതത്തിലെ അനേക തിക്താനുഭവങ്ങളിലൂടെ ആ ബാബേലിലെ അടിമത്തത്തിലെ ആയിരുന്നപ്പോൾ ദാനിയേൽ കടന്നുപോയി. എന്നാൽ നമ്മളെ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ 10-ാം വാക്യം അതിൻ്റെ 10-ന്റെ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കാം. അവിടെ ദൈവം ഒരു പേര് ദാനിയേലിന് കൊടുക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെന്ന് വായിച്ചാട്ടെ. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ഏറ്റവും അപ്പോൾ ഒരു പ്രത്യേക പേര് ഇവിടെ ദാനിയേലിന് കൊടുക്കുന്നു. അവിടെ മറിയയ്ക്ക് എന്താണ് കൃപ ലഭിച്ചവളെ എന്നുള്ളതായ പേര് ദൂതന് അവിടെ വിളിച്ച് അവളോട് അങ്ങനെ അഡ്രസ് ചെയ്ത് അവളോട് സംസാരിക്കുന്നു. ഇവിടെ പറയാണ് ഏറ്റവും പ്രിയ പുരുഷ എന്ന് ദാനിയേലിനെ കുറിച്ച് വിളിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ടല്ല ഈ ദാനിയേൽ പ്രിയ പുരുഷനായത്. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ അനേക അനുഭവങ്ങളിലൂടെ കടന്നുപോയതായ ഒരു രാത്രി മുഴുവൻ എന്താണ് സിംഹത്തിന്റെ ഗുഹയിൽ എന്താണ് എറിയപ്പെട്ട് ഹല്ലേലൂയ ഭയന്ന് ഹല്ലേലൂയ അവിടെ തന്നെ തീരുമോ എന്നെന്തുവാണ് അവനെ എറിഞ്ഞവരൊക്കെ ചിന്തിച്ച് എന്തുവാണ് അവർ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ദാനിയേൽ അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ പല ടെംപ്റ്റേഷൻസ്, പല ചലഞ്ചസ്, എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ എന്തുവാണ് കർത്താവിന് വേണ്ടി നിന്നതായ ഒരു ദാനിയേലിനെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ കർത്താവിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ഹല്ലേലൂയ നിന്നതായ ദാനിയേലിന്റെ ജീവിതത്തിൽ എന്തുവാണ് അനേക പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. അനേക ചാപ്റ്ററുകൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 1-ാം ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഹല്ലേലൂയ ഒരു 2-ാം ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഒരു 3-ാം ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഒരു 4-ാം ചാപ്റ്റർ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഒരു 5 ഉണ്ടായിരുന്നു, 6 ഉണ്ടായിരുന്നു, 7-ൽ എന്തുവാണ് വലിയ സംഘർഷം, വലിയ കഷ്ടത, വലിയ വെല്ലുവിളി. എന്നാൽ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ ദൈവം എന്തുവാണ് ദാനിയേലിനെ വിളിക്കുകയാണ് ഏറ്റവും പ്രിയ പുരുഷ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഹല്ലേലൂയ നമ്മളെ കാണുന്നതായ ഒരു കർത്താവുണ്ട്. നമ്മളെ കർത്താവിന് വേണ്ടി നമ്മൾ നിന്ന് കഴിയപ്പെടുന്നതാണ് പുതിയ ചില ചാപ്റ്ററുകൾ എന്തുവാണ് ഹല്ലേലൂയ ദാനിയേലിന് വേണ്ടി ദൈവം തുറന്നതുപോലെ അവനെ ഒരു പ്രിയ പുരുഷനായി ദൈവം കണ്ടതുപോലെ ഹല്ലേലൂയ ചിലതിനു ശേഷം എന്തുവാണ് എന്നെ നിന്നെ കാണുന്നതായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദാനിയേൽ കടന്നുപോയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ചില അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒന്നും ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഓവർനൈറ്റ് കൊണ്ട് ചിലപ്പോൾ കർത്താവ് ചെയ്തില്ല എന്ന് വരാം. എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് അവനോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അവന്റെ കൃപയിലെ ആശ്രയിച്ച് ഞാനിത് മുന്നേറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്തുവാണ് ഹല്ലേലൂയ ദാനിയേൽ ലഭിച്ചതുപോലെ തന്നെ ചില പേരുകൾ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. നമ്മൾ തീമോഥെയോസ് ലേഖനം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ വിളിച്ചത് പ്രിയ നിജപുത്രൻ അല്ലെങ്കിൽ പ്രിയ മകനെ എന്നാണ് തീമോഥെയോസിനെ വിളിച്ചത്. എന്നാൽ തീമോഥെയോസ് ലേഖനം 1 തീമോഥെയോസ് ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ലേക്ക് വരുമ്പോൾ അവിടെ എന്തുവാണ് തീമോഥെയോസിന്റെ പേര് എന്തുവാണ് മാറ്റി വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവ എന്തെന്തുവാണ് അവിടെ ഹല്ലേലൂയ തീമോഥെയോസിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ദൈവ മനുഷ്യൻ എന്തുവാണ് ആയി തീരുവാനായിട്ട് അല്പം സമയമെടുക്കും. അപ്പോൾ ഹല്ലേലൂയ പ്രിയ മകനെ എന്നും പറഞ്ഞ് ഹല്ലേലൂയ അവിടെ വിളിച്ചു ആദ്യം. എന്നാൽ ചില ചാപ്റ്ററുകൾ കഴിഞ്ഞപ്പോൾ എന്തുവാണ് ഇപ്പോൾ വിളിക്കുകയാണ് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവ എന്നുള്ളതായ ആ വലിയ വിളി പൗലോസിൽ നിന്ന് തന്നെ തീമോഥെയോസിനെ കേൾക്കുവാനായിട്ടിടയായി. അപ്പോൾ ഒരു ദൈവ മനുഷ്യൻ എന്തുവാണ് അവനായിത്തീരുവാൻ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കർത്താവിനോട് കൂടെ ചേർന്ന് നമ്മൾ ഞാനെന്തെയും സഞ്ചരിക്കുമ്പോൾ നടക്കുമ്പോൾ ഹല്ലേലൂയ ചില അധ്യായങ്ങൾ നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്തുവാണ് ഹല്ലേലൂയ നമ്മുടെ പേരുകൾ മാറും. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ചില ഓമന പേരുകൾ ചിലപ്പോൾ എനിക്കോ നിനക്കോ തരുവാനായിട്ട് സാധ്യതയുണ്ട്. ഈ പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ ഹല്ലേലൂയ ദാനിയേൽ ചെയ്തതുപോലെ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് ഞാനിതെയും സഞ്ചരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് യെഹെസ്കേലിന്റെ പുസ്തകം നമ്മൾ വായിക്കും എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ യെഹെസ്കേൽ പ്രവാചകനെ അഡ്രസ് ചെയ്യുന്നത് മനുഷ്യപുത്ര ഒരൊറ്റ ഒരിടത്ത് എന്തുവാണ് യെഹെസ്കേലിന്റെ പ്രവചനം വായിച്ചു കഴിഞ്ഞാൽ അവിടെ യെഹെസ്കേൽ എന്നും വിളിച്ച് ഒരു
ഒരു പ്രവചനം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏത് അധ്യായം എടുത്തു കഴിഞ്ഞാലും അതിന്റെ എല്ലാം ആരംഭത്തില് മനുഷ്യപുത്ര ദൈവ മനുഷ്യ, ദൈവത്തിന്റെ മനുഷ്യ എന്നും പറഞ്ഞ് എന്തുവാണ് ഹല്ലേലൂയ ആ പ്രവചന ദൂത് യെഹെസ്കേലിനെ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ മോശയെ കുറിച്ച് പറയുമ്പോൾ എന്തുവാണ് വളരെ സൗമ്യ എന്റെ ഗൃഹത്തിലേക്ക് എന്താണ് അവന് അതിസൗമ്യനായിരുന്നു എന്ന് മോശയെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവം എന്തുവാണ് പേരുകൾ പലരുടെ എന്തുവാണ് മാറ്റിയിട്ടുണ്ട് കർത്താവിന് വേണ്ടി നിന്നവര്. എന്നാൽ ഇവിടെ ഇതുപോലെ കാലം ഹല്ലേലൂയ നമ്മൾ വായിച്ചതായ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ നമ്മൾ ഈ കൃപയെ കുറിച്ച് അല്പനേരം ചിന്തിക്കുമ്പോൾ നമുക്ക് വേറൊരു ഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1:3 ഒരു ആശീർവാദ വചനമാണ്. ആ ആശീർവാദ വചനം തന്നെ എഫേസ്യ ലേഖനം 1:2 അതുപോലെ റോമാലേഖനം 1:14 അവിടെ എല്ലാം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മിക്കവാറും ഉപദേശിമാര് പാസ്റ്റർമാര് ഹല്ലേലൂയ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ആശീർവാദം പറയുമ്പോൾ ഈ ഭാഗം ഉച്ചരിക്കാറുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം. അപ്പോൾ അവിടെ കൃപ എന്ന് പറയുന്ന പദം ഒരു ആശീർവാദ വചനമായിട്ട് ഹല്ലേലൂയ അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ പൗലോസിന്റെ സകല ലേഖനങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ അവസാനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവകൃപയുടെ സാധ്യത ഭയങ്കരമാണ്. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം അതിന്റെ 10 വാക്യം വായിക്കാം. ദൈവ കൃപയുടെ സാധ്യത ഭയങ്കരമാണ്. അത് വിശ്വസിക്കുക എത്ര പേരുണ്ട്? ഹല്ലേലൂയ ആ ദൈവകൃപയുടെ സാധ്യത ഞാനും നീയും ഒന്ന് മനസ്സിലാക്കിയാല് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ ഒത്തിരി ഹല്ലേലൂയ രൂപാന്തരത്തോടു കൂടി അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ കൃപയുടെ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് പറയാണ് 1 കൊരിന്ത്യർ ലേഖനം 15:10 വാക്യം വായിക്കാം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഇവിടെ പൗലോസ് പറയാണ് ഹല്ലേലൂയ എങ്കിലും ഞാൻ ആകുന്നത് ദൈവ കൃപയാല് ആകുന്നു. അതിനുശേഷം എന്താണ് അല്പം ബോസ്റ്റ് ചെയ്യുന്നതായ പൗലോസിനെയാണ് കാണുന്നത്. ഞാൻ അത്യന്തം എന്തുവാണ് ഹല്ലേലൂയ അവരെ എല്ലാവരെക്കാളും എന്തുവാണ് ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുവാണ് ഞാൻ അത്യന്തം എന്തുവാണ് മറ്റുള്ളവരെക്കാൾ അധ്വാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തുവാണ് പെട്ടെന്ന് എന്തുവാണ് ഗിയർ ചെയ്യുന്ന പോലെ താൻ പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്തിട്ട് പറയാണ് എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയാത്രേ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ അധ്വാനിച്ചത് ഹല്ലേലൂയ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത് ഞാൻ ചെയ്തതൊന്നും എന്തുവാണ് എന്റേതെന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കയില്ല. ഹല്ലേലൂയ ഇവിടെ പറയാണ് എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവ കൃപയത്രേ എന്ന് ഇവിടെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ കൃപയെക്കുറിച്ച് പഠിക്കുമ്പോൾ അർഹതയില്ലാത്തവർക്ക് എന്തുവാണ് ഹല്ലേലൂയ കൊടുക്കുന്ന ദാനമാണ് കൃപ എന്ന് പറയുന്നത്. നമ്മുടെ അയോഗ്യതകളെല്ലാം വെട്ടി മാറ്റിയതിന് ശേഷം എന്തുവാണ് ഹല്ലേലൂയ അവന്റെ കൃപ നമ്മളിലേക്ക് അവൻ ചൊരിയുവാൻ ഇടയായി തീർന്നു. നമ്മളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അയോഗ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ അയോഗ്യതകളെല്ലാം എന്തുവാണ് കർത്താവ് വെട്ടി മാറ്റി എന്നിലേക്കും നിന്നിലേക്കും കർത്താവിന്റെ കൃപ അയക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നമ്മുടെ അയോഗ്യതകൾ മാറ്റി ഹല്ലേലൂയ നമ്മളിലേക്ക് അയച്ചതായ ആ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി കരങ്ങൾ ഉയർത്തി ഇന്ന് വൽക്കാലം നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പം കൃപ കിട്ടിയവർക്ക് എന്തുവാണ് പൗലോസ് ചെയ്ത പോലെ ഒന്നിലും പുകഴുവാനില്ല. എന്നാൽ കൃപയുടെ ഉറവിടമായ കൃപയുടെ നാഥനായ കൃപ നമ്മളിലേക്ക് ചൊരിയതായ കർത്താവിനെ സ്തുതിക്കുക, ആ കർത്താവിനെ വാഴ്ത്തുക, ആ കർത്താവിന് നന്ദി പറയുക. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന. ഹല്ലേലൂയ ഈ കൃപയുടെ എന്തുവാണ് ആഴവും അല്ലെങ്കിൽ ഇതിന്റെ നീളവും ഇതിന്റെ വീതിയും ഇതിന്റെ ഉയരവും എന്തുവാണ് ഹല്ലേലൂയ ആർക്കും അളക്കുവാൻ സാധിക്കുകയില്ല.
ഇന്ന് വരെ ദൈവകൃപയുടെ എന്തുവാണ് ആഴവും അതിന്റെ ഉയരവും അതിന്റെ വീതിയും എന്തുവാണ് അതിന്റെ നീളവും ആർക്കും അളക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം എന്തുവാണ് കൃപ എന്തുവാണ് കർത്താവ് ഹല്ലേലൂയ മനുഷ്യരുടെ മേലെ നമ്മുടെ മേലെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മൾ എഫേസ്യ ലേഖനം 2:8 നമ്മൾ വായിച്ചാട്ടെ. 2:8 എഫേസ്യ ലേഖനം 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അപ്പോഴേ നമ്മളെ രക്ഷിച്ചതായ ഒരു കൃപയുണ്ട്. കരങ്ങളുയർത്തി നമ്മളെ രക്ഷിച്ച ആ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അതെന്തുവാണ് രക്ഷിക്കുന്ന കൃപ. ഹല്ലേലൂയ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം എന്തുവാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ റോമാലേഖനം 5:1 വായിക്കുമ്പോൾ നമ്മളെ നീതീകരിച്ച കൃപയെ കുറിച്ച് അവിടെ വായിക്കുവാൻ സാധിക്കും. 5:1 വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാക്കി. ഹല്ലേലൂയ നമ്മളെ നീതീകരിച്ച്. ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ നീതിപ്പുറത്തുകളെല്ലാം കറ പുരണ്ട തുണി പോലെയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഹിമം പോലെ അതിനെ വെളുപ്പിച്ച് ഹല്ലേലൂയ നീതീകരിച്ച് ഹല്ലേലൂയ നമ്മളെ നീതീകരിച്ച ആ ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ മേൽമകൾ കൊണ്ടോ നമ്മുടെ ചില കഴിവുകൾ കൊണ്ടോ ഒന്നുമല്ല ഹല്ലേലൂയ അവൻ നമ്മളെ നീതീകരിച്ചത്. അവന്റെ കൃപയാലാണ് ആ നീതീകരണം നമ്മളിലെ നടന്നത്. നമ്മളെ നീതീകരിച്ച ആ കർത്താവിന് കരങ്ങളുയർത്തി നമുക്കൊന്ന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നമ്മളെ രക്ഷിച്ചു. അതുമായി ഈ കൃപ നമ്മളെ രക്ഷിച്ചു. ഒന്നാമത് ഈ കൃപ നമ്മളെ നീതീകരിച്ചു. ഈ കൃപ നമ്മളെ നീതീകരിക്കുക മാത്രമല്ല ഹല്ലേലൂയ ഈ കൃപ എന്നെ ഇതിനെ ശക്തീകരിക്കുന്നതായ കൃപയാണ്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കാം. അവിടെ പൗലോസ് എന്നോട് പറയുന്നതായ ഒരു ഭാഗം ഉണ്ടല്ലോ, വായിച്ചാട്ടെ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയാണ് ഹല്ലേലൂയ അവനോട് കർത്താവ് പറയാണ് ആരോട് അപ്പോസ്തലനായ പൗലോസിനോട് എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയില് തികഞ്ഞു. അപ്പോഴേ നമ്മുടെ ബലഹീനതകൾ എന്തുവാണ് ശക്തീകരിക്കുന്നതായ ഒരു കൃപയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മളെ ബലഹീനരാകുമ്പോൾ ഹല്ലേലൂയ നമ്മള് ഹല്ലേലൂയ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ ഹല്ലേലൂയ നമുക്ക് കഴിയാതെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ചില പ്രതികൂലങ്ങളുടെ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തുവാണ് നമ്മളെ ശക്തീകരിക്കുന്നതായ ഒരു കൃപയുണ്ട്. അതാണ് ഈ കൃപ. ഹല്ലേലൂയ നമ്മളെ അപ്പോഴേ പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു ഈ ശൂലം, ഈ രോഗം, ഈ അസുഖം തൻ്റെ നിന്ന് മാറ്റുവാനായിട്ട്. എന്നാൽ കർത്താവ് അത് മാറ്റിയില്ല. ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോൾ കർത്താവ് അത് മാറ്റാതിരുന്നത് എന്തുവാണ് ഹല്ലേലൂയ ബലഹീനരായ അനേകരുടെ അടുത്തേക്ക് എന്തുവാണ് പൗലോസ് കടന്നു പോകേണ്ടതുണ്ട് ശുശ്രൂഷിക്കുവാനായിട്ട്. എന്നാൽ അവരുടെ അടുത്തേക്ക് കടന്നു പോകുമ്പോൾ എന്തുവാണ് ഈ ബലഹീനതയിലെ ജീവിച്ചതായ പൗലോസിന് എന്തുവാണ് ആ ബലഹീനതയെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. ബലഹീനരായിരിക്കുന്ന ഒരു വ്യക്തി എന്തുവാണ് ഹല്ലേലൂയ ഒന്ന് ധൈര്യപ്പെടുത്തണമെങ്കിൽ അവരെ ബലപ്പെടുത്തണം. എന്തുവാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ ഒരു അനുഭവമുള്ള വ്യക്തിക്ക് മാത്രമേ എന്തുവാണ് ഹല്ലേലൂയ മറ്റൊരാളെ ബലപ്പെടുത്തുവാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്തുവാണ് കർത്താവ് ആ രോഗം അല്ലെങ്കിൽ ആ ബലഹീനതയോട് കൂടി തന്നെ എന്തുവാണ് കർത്താവിനെ സ്നേഹിപ്പാന്, കർത്താവിനെ സേവിപ്പാന്, കർത്താവിന്റെ ശുശ്രൂഷ എന്തുവാണ് മുന്നേറുവാനായിട്ട് പൗലോസിന് ഇടയായത്. പൗലോസിന്റെ കർച്ചീഫ് പോലും എന്തുവാണ് ആരുടെയും എടുത്ത് കൊടുത്തയച്ചാല് അല്ലെങ്കിൽ അത് ദേഹത്ത് വീണ് എന്തുവാണ് സൗഖ്യം നടക്കുമായിരുന്നു. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യമില്ലായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ ഞാൻ നിന്നെ ശക്തീകരിക്കും. നിന്റെ ഈ ബലഹീനത എന്തുവാണ് എന്റെ കൃപ മതി, ആ കൃപ നിന്നെ നടത്തുവെന്ന് ഹല്ലേലൂയ പൗലോസിന് ഒരു അഷ്വറൻസ്, ഒരു കോൺഫിഡൻസ്, ഒരു ഉറപ്പ് കൊടുക്കുന്നതായ കർത്താവിനെയാണ് കാണുന്നത്. അപ്പോൾ ഹല്ലേലൂയ ഇന്ന് പോലെ കാലം ഈ കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, ഈ കൃപ നമ്മളെ നീതീകരിക്കുക മാത്രമല്ല, ഈ കൃപ എന്തുവാണ് നമ്മളെ ബലപ്പെടുത്തുന്ന കൃപയാണ്. ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന കരങ്ങളിൽ സ്തോത്രം ചെയ്യാൻ